ആഘോഷിക്കാൻ പോവാണ്. അതുപോലെ നമ്മളും തെങ്ങിനും ഓണം ആഘോഷിക്കണം. ഓണം മീൻസ് എന്താണ്? സദ്യ ഫുൾ അല്ലേ? അതുപോലെ നമുക്ക് തെങ്ങിനും കട്ട് പറയുവാണെങ്കിൽ ഈ സമയത്തിലാണ് 2 ഭക്ഷണം, അതാ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ രണ്ടും കൊടുക്കാം. അതായത് ജൈവവളവും രാസവളവും ചേർത്തിട്ട്. പക്ഷെ ഇതിലൊരു പ്രശ്നത്തിനുണ്ട്. ചിലവർ പറയും ഞാൻ ജൈവവളം മാത്രം കൊടുക്കും. പ്രശ്നമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വളം ഏതായിരിക്കട്ടെ, പക്ഷെ നമുക്ക് ചെടിക്ക് ആവശ്യപ്പെടുന്ന कार्बन, हाइड्रोजन, ऑक्सीजन, नाइट्रोजन, फास्फोरस मित्र की शक्ति, शिक्षा शोध प्रसार सकल तक, आशा स्वावलंबित भारत की, जय जय कृषि परिषद भारत की, जय जय कृषि परिषद भारत की. Director welcoming Dr. S. Nick Singh, Deputy Director General ICAR. Vishwa Vidyapeetham University with a bouquet and shawl. Our Director welcoming Dr. Rajesh Kannan Megalingam. Thank you, dignitaries. I would like to request Dr. K. Balachandra Hebbar, Director CPCRA, to welcome the August gathering and to give introductory remarks. Good morning, everyone. On the occasion of World Coconut Day, let me greet each and every one a happy World Coconut Day. Every year on September 2nd, we celebrate this World Coconut Day. It's mainly May I invite, ladies and gentlemen, Shri N.A. Nilikun, Honorable MLA, to address us on this occasion. ബഹുമാന്യനായ അധ്യക്ഷൻ, ഞാൻ ഏറെ സ്നേഹിക്കുകയും വളരെ അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രഗത്ഭനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്നത്തെ ഈ പരിപാടിയിൽ വൈകിയെത്തിയതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രസാദ് മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെ നേരത്തെ എത്തേണ്ട ഒരാളാണ്. കോക്കനറ്റ് 300-അധികം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് കോക്കനറ്റ് മന്ത്രിയും അതിലൂടെ വളരെ വിശദമായി പ്രതിപാദിക്കും. 300ഓളം. അദ്ദേഹം ഈ കോക്കനറ്റ് തേങ്ങയിൽ നിന്നുള്ള പാലിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഗോമാട്ട മന്ത്രിക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഈ കോക്കനറ്റ് തെങ്ങിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നീര. ആ നീരക്ക് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ആശിക്കുന്ന വിധത്തിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന് പുറത്തുണ്ട് നീരക്ക് നല്ല മാർക്കറ്റ്. മന്ത്രി ഇപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലും നീരക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ വരവ് അദ്ദേഹത്തിന് പ്രചോദനമാണ്. ഈ ശക്തിയുടെ പ്രതീകമാണ് സുഷമ പി.ടി. തിരൂർ, മലപ്പുറം. ഏകദേശം 15 ഏക്കറോളമുള്ള തെങ്ങിൻതോട്ടത്തിൽ 750ഓളം നെടിയിനം തെങ്ങുകൾ, ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ നിരവധി വിളകൾ ഇടവിളകളായും കൃഷി ചെയ്യുന്നു. പ്രധാന സവിശേഷത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയുള്ള വിപണനമാണ്. വെളിച്ചെണ്ണ, വെർജിൻ വെളിച്ചെണ്ണ ഉൾപ്പെടെ നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്തുന്നു. ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കുന്നു. തെങ്ങ് കൃഷിയിലും അനുബന്ധ സംരംഭങ്ങളിലും നിരവധി പുരസ്കാരങ്ങൾ ശ്രീമതി സുഷമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കേര കർഷകനുള്ള കേര കേസരി പുരസ്കാരം 2024, ഇന്ത്യൻ കാർഷിക ഗവേഷണ സ്ഥാപനത്തിന്റെ കിസാൻ സമൃദ്ധി അഗ്രി എന്റർപ്രണർ പുരസ്കാരം 2022 എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളുമായി കാർഷിക മേഖലയിൽ ശക്തമായ സ്ത്രീ സാന്നിധ്യമായാണ് മാറുകയാണ് പി.ടി. സുഷമ.
Was developed by Dr. Manikandan, Dr. Shamina Begum, Dr. Pandi Selvam and Dr. S.P. Ram. I call Dr. Kalpa Bridge is developed by a scientific team involving Dr. Shamina Begum, Dr. Manikandan, Dr. Suresha, Dr. Pandi Selvam, Dr. Ramesh, Dr. Alka Gupta and Dr. Murali Gopal. It is a ready-to-drink flavored coconut milk with 4% fat content. The low-fat coconut milk is extracted from defatted coconut flour. Request Honorable MLA to kindly release the publication. A technical bulletin on coconut halwa, Lakshadweep's sweet delight, will be released on this occasion. Dr. Rajesh Kannan Megalingam to kindly release the publication. This publication describes the nutritional value of sweet potato, good agriculture practices in selection and multiplication of planting material, planting method, varieties, crop management including plant protection. This is authored by Dr. Anita Kumari, Vishnu, Bhavya and Akhila. A ready Honorable Minister launching the aerated tender coconut water with a brand name Sila. കാസർഗോഡ് ജില്ലയിലെ കൃഷി വകുപ്പും കർഷകരുമായി നല്ല ബന്ധം പുലർത്തുന്ന സ്ഥാപനമാണ് CPCRI. ഇവിടെ നമ്മുടെ CPCRI ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിവിധ ടെക്നോളജികളെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കർഷകർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജികളിലേക്ക് പോകാൻ വളരെ വിമുഖത കാണിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നല്ല FPOകൾ നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ കോക്കനട്ട് ഓയിലിന്റെ അപ്പുറത്തേക്ക് പോകാൻ മടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മുടെ CPCRI ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജികൾ നന്നായി ഉപയോഗിക്കാൻ നമ്മുടെ കർഷകർക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നേരത്തെ all the members of the coconut lovers present in this hall, scientists of this Temple of Technology CPCRI, which has been serving this area for I should say the nation for more than 100 years, members from the administration, students, farmers community and the ambassadors of CPCRI who are here, that we are celebrating the 15th World Coconut Day. I mean, we are signating